ജനറൽ വെക്ടർ സ്പേസസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 4.5ൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഈ സെക്ഷനിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് മെൻ ബൈ ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ അതിന് നമുക്ക് ചില റിസൾട്ടുകളൊക്കെ ആവശ്യമുണ്ട്. സോ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന റിസൾട്ട് ഇതാണ്. തിയറം: all the bases for a finite dimensional vector space have the same number of vectors. For example, suppose V എന്ന് പറയുന്നത് R3 ആണ് എന്ന് കരുതുക. ഈ R3യുടെ ഒരു ബേസിസ് ആണ് 1 0 0 0 1 0 0 0 1. നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ R3. സോ ഈ R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസിൽ നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 പേര്. സോ ഇനി R3യുടെ വേറെ ഏത് ബേസിസ് എടുത്താലും അതിൽ 3 എലമെൻറ്റ്സ് തന്നെയാണ് ഉണ്ടായിരിക്കുക. സോ കൺസിഡർ എനി ബേസിസ് ഫോർ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ്, ഓൾ ഓഫ് ദം വിൽ കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് വെക്ടേഴ്സ്. അതാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. സോ നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യും. പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി പറയുന്ന റിസൾട്ട് ഉപയോഗിക്കും. ഈ റിസൾട്ട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് വി ബി ആൻ എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ബേസിസിൽ n എലമെൻറ്റ്സ് ആണ് ഉള്ളത് എന്ന് കരുതുക. v1 v2 എക്സെട്ര vn be any basis for the vector space V. If a set in V has more than n vectors, then it is linearly dependent. അതുപോലെ അടുത്ത റിസൾട്ട് പറയുന്നത് ഇതാണ്: if a set in V has fewer than n vectors, then it does not span V. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ R4 എന്നുള്ള വെക്ടർ സ്പേസ് ആണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസിൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ സ്റ്റാൻഡേർഡ് ബേസിസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 4 എലമെൻറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ഞാനതിനെ E1 E2 E3 E4 എന്ന് വിളിക്കാം. ഇതിൽ E1 എന്ന് വെച്ചാൽ 1 0 0 0, E2 is 0 1 0 0, E3 is 0 0 1 0 and the next E4 is 0 0 0 1. ഇത് R4ൻ്റെ ഒരു ബേസിസ് ആണ്. സോ R4ൻ്റെ ഒരു ബേസിസിൽ നമുക്ക് 4 എലമെൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഇനി R4ലുള്ള ഒരു സെറ്റ് ഞാൻ എടുക്കുകയാണ്. സേ I will call it A. A is a subset of R4. ഇതിൽ ഞാൻ എടുക്കുന്നത് 1 1 0 0, then 2 3 4 5. 2 വെക്ടേഴ്സാണ് ഈ എ എന്ന് പറയുന്ന സെറ്റിൽ ഞാൻ എടുത്തിരിക്കുന്നത്. സോ R4ലെ 2 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നതെങ്കിൽ ദിസ് സെറ്റ് cannot span R4. ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റിന് R4നെ സ്പാൻ ചെയ്യാൻ പറ്റില്ല. അതാണ് പാർട്ട് ബി നമ്മളോട് പറയുന്നത്. ഇഫ് എ സെറ്റ് ഇൻ വി ഹാസ് ഫ്യൂവർ ദാൻ n വെക്ടേഴ്സ്, ദെൻ ഇറ്റ് ഡസ് നോട്ട് സ്പാൻ വി. ഓക്കെ, ഇനി ഈ R4ൻ്റെ തന്നെ വേറെ ഒരു സബ്സെറ്റ് ഞാൻ എടുക്കുകയാണ്. സേ 2 3 4 5, then 1 1 1 1, then another one is 2 1 2 1, then I am taking -2 0 0 0. I will take one more vector, say 3 -1 2 3. സോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 5 വെക്ടേഴ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം R4ൻ്റെ ബേസിസിൽ 4 വെക്ടേഴ്സേ ഉള്ളൂ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 5 വെക്ടേഴ്സാണ്. സോ ഫസ്റ്റ് പാർട്ട് എന്താ പറയുന്നത്? ഇഫ് എ സെറ്റ് ഇൻ വി ഹാസ് മോർ ദാൻ n വെക്ടേഴ്സ്, ദെൻ ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. സോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് മോർ വെക്ടേഴ്സ് ദാൻ ഇൻ ദ ബേസിസ്. R4ൻ്റെ ബേസിസിൽ 4 പേരേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന സബ്സെറ്റിൽ 5 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് സെറ്റ് ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇതാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. സോ ഇതുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ തിയറം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് S is equal to V1 V2 etc. Vn be an arbitrary basis for V.
അപ്പോൾ ഒരു ബേസിസ് ഞാൻ എടുത്തു, ഈ ബേസിസിൽ n എലമെൻറ്റ്സ് ആണുള്ളത്. നൗ എസ് ഡാഷ് ബി എനി അതർ ബേസിസ് ഫോർ വി. എസ് ഡാഷിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്കറിയില്ല. എസ് ഡാഷ് ബി എനി അതർ ബേസിസ് ഫോർ വി. ദെൻ സപ്പോസ് എസ് ഡാഷിലെ എലമെൻസിൻ്റെ എണ്ണം സേ k ആണ് എന്ന് കരുതുക. ഓക്കെ, സപ്പോസ് ഇഫ് k ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, then എസ് ഡാഷ് കണ്ടെയ്ൻസ് മോർ വെക്ടർ ദാൻ n. ബേസിസിലെ ഇവിടെ ഒരു ബേസിസിലെ എലമെൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് n ആണ്. അതിൽ കൂടുതൽ എലമെൻറ്റ്സ് എസ് ഡാഷിൽ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ തിയറം പ്രകാരം ബൈ തിയറം 2 ദിസ് സെറ്റ് ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ എസ് ഡാഷ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. ഇഫ് k ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, എസ് ഡാഷ് വിൽ ബി ഡിപ്പെൻഡൻറ്റ്, ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിന് ബേസിസ് ആവാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എസ് ഡാഷ് ഈസ് എ ബേസിസ് ഫോർ വി എന്നാണ്. സോ വി ഷുഡ് ഗെറ്റ് ദിസ് k ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. കാരണം k ഗ്രേറ്റർ ദാൻ n ആയാൽ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയി പോകും. അപ്പോൾ ബേസിസ് ആവാൻ പറ്റില്ല. ഇവിടെ ബേസിസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ k മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇനി നമ്മൾ അടുത്ത പോസിബിലിറ്റി നോക്കുകയാണ്. ക്യാൻ k ലെസ് ദാൻ n. ഇവിടെ k ഗ്രേറ്റർ ദാൻ n ആകുമ്പോഴാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിയത്. k ലെസ് ദാൻ n ആവാൻ പറ്റുമോ? k ലെസ് ദാൻ n ആയി കഴിഞ്ഞാൽ നമ്മൾ തിയറം 2 പറഞ്ഞു ദാറ്റ് സെറ്റ് കനോട്ട് സ്പാൻ v. ഓക്കെ, if v has fewer than n vectors then it does not span v. vയെ സ്പാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എസ് ഡാഷിന് എന്താവാൻ പറ്റില്ല? ബേസിസ് ആവാൻ പറ്റില്ല. സോ k ലെസ് ദാൻ n ആവാനും പറ്റില്ല, k ഗ്രേറ്റർ ദാൻ n ആവാനും പറ്റില്ല. ലെസ് ദാൻ n ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കണം. ഇവിടെ കിട്ടി k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഇവിടെ കിട്ടി k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ വി വിൽ ഗെറ്റ് k ഈസ് ഈക്വൽ ടു n. So the number of elements in S dash is n itself. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് രണ്ടാമത്തെ തിയറം ഉപയോഗിച്ച് നമ്മൾ ആദ്യത്തെ തിയറം പ്രൂവ് ചെയ്യുന്നത്. നൗ രണ്ടാമത്തെ തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് വഴിയെ വരാം. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാണ് വാട്ട് ഇസ് മെൻ ബൈ ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ്. ഇപ്പം നമ്മൾ പറഞ്ഞു വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസിൻ്റെ ഏത് ബേസിസ് എടുത്താലും അതിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ആ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണോ അതിനെയാണ് നമ്മൾ വിയുടെ ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ R3യുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ്. ബിക്കോസ് എനി ബേസിസ് ഓഫ് R3 കണ്ടെയ്ൻസ് 3 വെക്ടേഴ്സ്. R2ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണ്. ബിക്കോസ് എനി ബേസിസ് ഓഫ് R2 കണ്ടെയ്ൻസ് 2 വെക്ടേഴ്സ്. R4ൻ്റെ ആണെങ്കിൽ ഡയമെൻഷൻ 4 ആണ്. ഓക്കെ, ഇങ്ങനെ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് കാണാം. The dimension of a finite dimensional vector space V is denoted by dim V and is defined to be the number of vectors in a basis for V. So dimension is the number of vectors in a basis for V. In addition, the zero vector space is defined to have dimension 0. 0 മാത്രമുള്ള വെക്ടർ സ്പേസിനെ പറ്റി നമ്മൾ വെക്ടർ സ്പേസിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. which is the trivial vector space. 0 മാത്രമുള്ള വെക്ടർ സ്പേസ്. ആ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ 0 ആണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. നൗ എക്സാമ്പിൾസ് കാണാം നമുക്ക്. ഞാൻ നേരത്തെ R3 R4 ഒക്കെ പറഞ്ഞു. സോ ഇൻ ജനറൽ നമുക്ക് പറയാം ഡയമെൻഷൻ ഓഫ് Rn ഈസ് n ബിക്കോസ് ദ സ്റ്റാൻഡേർഡ് ബേസിസ് ഹാസ് n വെക്ടേഴ്സ് 1 0 0 എക്സെട്ര. ദെൻ nth പൊസിഷനിൽ 1ഉം ബാക്കി എല്ലായിടത്തും 0യും, ith പൊസിഷനിൽ 1ഉം ബാക്കി എല്ലായിടത്തും 0യും, where I varies from 1 to n. That forms the standard basis for Rn. ഓക്കെ, അപ്പോൾ ഒരു ബേസിസിൽ n വെക്ടേഴ്സ് ആണെങ്കിൽ പിന്നെ ഏത് ബേസിസ് എടുത്താലും അതിൽ n വെക്ടേഴ്സ് തന്നെയാണ് ഉണ്ടാവുക. സോ വി ക്യാൻ സേ ദാറ്റ് ഡയമെൻഷൻ ഓഫ് Rn ഇസ് ഈക്വൽ ടു n. അതുപോലെ ഡയമെൻഷൻ ഓഫ് Pn എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത് 1 x x² എക്സെട്ര x പവർ n ആണ്. സോ ഇതാകെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? x പവർ 0 x പവർ 1 x² എക്സെട്ര x പവർ n. സോ ഇതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് n+1 ആണ്. സോ ദ ഡയമെൻഷൻ ഓഫ് Pn ഇസ് n+1. അതുപോലെ ഡയമെൻഷൻ ഓഫ് ക്യാപിറ്റൽ M സഫിക്സ് mn.
MMN സെറ്റ് ഓഫ് ഓൾ M/N റിയൽ മെട്രീസസ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസിൽ MN വെക്റ്റേഴ്സാണ് ഉണ്ടാവുക. അതായത് വി ക്യാൻ സേ ദാറ്റ് ഇതിലുണ്ടാവാൻ പോണ ആൾക്കാർ ഇതൊക്കെയാണ് 1 0 0 എക്സെട്ര 0, ദെൻ ബാക്കി എല്ലാവരും 0. ഓക്കെ, അതുപോലെ പിന്നെ രണ്ടാമത്തെ പൊസിഷനിൽ 1 ബാക്കി എല്ലാവരും 0, ദെൻ മൂന്നാമത്തെ പൊസിഷനിൽ 1 ബാക്കി എല്ലാവരും 0, ദെൻ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് പൊസിഷനിൽ 1 ബാക്കി എല്ലാവരും 0, സോ അങ്ങനെ ഓരോ പൊസിഷനിലും 1ഉം ബാക്കി എല്ലാവരും 0ഉം വരുന്ന രീതിയിലുള്ള മെട്രീസസ് ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആയിട്ട് വരിക. സോ the standard basis has mn vectors, so that we can say that dimension of mmn is equal to m times n. Okay, now അടുത്തതായിട്ട് what is meant by dimension of span of S. ഈ S എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് കരുതുക. നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. S എന്ന് പറയുന്നത് സപ്പോസ് ദിസ് ഈസ് എ സബ്സ്പേസ് ഓഫ് V. സോ S ഹാസ് two possibilities. S is linearly independent ആവാം, അല്ലെങ്കിൽ S എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവാം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സ്പാൻ ഓഫ് എസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എസ്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത് തന്നെയാണ്. സോ ദ ഡയമെൻഷൻ ഓഫ് സ്പേസ് സ്പാൻഡ് ബൈ എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇസ് ഈക്വൽ ടു number of vectors in that set. Okay, so S linearly independent ആണെങ്കിൽ, if S is linearly independent, then dimension of span S is equal to number of elements in S. ഇനി S ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് കരുതാം. ഓക്കെ, നമുക്ക് ബാക്കി പറയാനുള്ളതും കൂടി ആയിട്ടാവാം. ഇഫ് എസ് ഇസ് ഈക്വൽ ടു V1 V2 എക്സെട്ര VR, ദെൻ എവറി വെക്ടർ ഇൻ സ്പാൻ എസ് ഈസ് എക്സ്പ്രസിബിൾ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V1 V2 എക്സെട്ര VR. ഇത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. സോ ഇഫ് ദ വെക്ടേഴ്സ് ഇൻ എസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ദേ ഓട്ടോമാറ്റിക്കലി ഫോം എ ബേസിസ് ഫോർ സ്പാൻ എസ്, ഫ്രം വിച്ച് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് dimension of span of V1 V2 etc VR is equal to R. Okay, so S linearly independent ആണെങ്കിൽ S സ്പാൻ ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ ഡയമെൻഷൻ ഓഫ് S എന്ന് വിളിക്കുന്നത്. എസ്സിലുള്ള എലിമെൻറ്റ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടിയാണെങ്കിൽ ദാറ്റ് ദ സെറ്റ് S ഫോംസ് എ ബേസിസ് ഫോർ സ്പാൻ ഓഫ് S. ഓക്കെ, ഇപ്പോൾ V1 V2 etc VR അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്പാൻ ഓഫ് V1 V2 എക്സെട്ര VR എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ R ആയിരിക്കും. മാത്രമല്ല സ്പാൻ ഓഫ് ദിസ് സ്പേസ്, സ്പാൻ ഓഫ് ദീസ് വെക്ടേഴ്സ്, ഇതിൻ്റെ ഒരു ബേസിസ് ആണ് V1 V2 എക്സെട്ര VR എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവുന്ന കേസിൽ, ഇഫ് എസ് ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, ദെൻ ഡയമെൻഷൻ ഓഫ് സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് linearly independent vectors in S ആയിരിക്കും, or maximum number of linearly independent vectors in capital S ആയിരിക്കും നമുക്ക് ഡയമെൻഷൻ ആയിട്ട് കിട്ടാൻ പോകുന്നത്. സോ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് എ ബേസിസ് ഫോർ ആൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ ഹോമോജീനിയസ് സിസ്റ്റം. We are given a homogeneous system x1 plus 3x2 minus 2x3 plus 2x5 equal to 0. Then 2x1 plus 6x2 minus 5x3 minus 2x4 plus 4x5 minus 3x6 equal to 0. Then 5x3 plus 10x4 plus 15x6 equal to 0. 2x1 plus 6x2 plus 8x4 plus 4x5 plus 18x6 equal to 0. 4 സിസ്റ്റമാണ്, 4 ലീനിയർ ഇക്വേഷൻസിൻ്റെ സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളത്. വി ഹാവ് എ ലീനിയർ സിസ്റ്റം ഓഫ് 4 ഇക്വേഷൻസ് ഇൻ 6 അൺനോൺസ്. x1 തുടങ്ങി x6 വരെയാണ് നമുക്കിവിടെ അൺനോൺസ് ആയിട്ടുള്ളത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ് ബേസിസ് ഫോർ ദ സൊല്യൂഷൻ സ്പേസ്.
ആസ് വെൽ ആസ് വി ഹാവ് ടു ഫൈൻഡ് ഡയമെൻഷൻ. ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഡയമെൻഷൻ എന്നറിയാം. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് എന്താണെന്ന് നോക്കാം. ഈ സിസ്റ്റത്തിൻ്റെ, ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ, നമുക്കറിയാം കോസ്റ്റ് വെക്റ്റേഴ്സ് എല്ലാം 0 ആണ് ഇവിടെ. സോ ദിസ് ഇസ് എ ഹോമോജീനിയസ് സിസ്റ്റം. ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ മെട്രിക്സ് ഫോമിൽ നമ്മൾ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എഴുതിയിരിക്കുകയാണിത്. ആ കോഎഫിഷ്യൻറ്റ് മെട്രിക്സിനെ ഈക്വാലൻ്റ് ആയിട്ട് നമ്മൾ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുക. സോ അതിന് ഈക്വാലൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫോമാണിത്. അപ്പർ ട്രയാങ്കുലർ ഫോമിലാക്കിയിരിക്കുകയാണ് ഇതിനെ. സോ 1 3 0 4 2 0 then 0 0 1 2 0 0 then 0 0 0 0 0 1 then all ഫോർത്ത് റോയിൽ കംപ്ലീറ്റ് നമുക്ക് 0 ആണ്. സോ ദ ഗിവൺ സിസ്റ്റം വിൽ ബി ഈക്വാലൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ ഈ സിമിലർ ആയിട്ടുള്ള മെട്രിക്സ്. ഈക്വാലൻ്റ് ആയിട്ടുള്ളൊരു മെട്രിക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇൻറ്റു x1 x2 etc x6 ഈക്വൽ ടു 0 0 0 0. ഓക്കെ, അതായത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. x1 പ്ലസ് 3x2 പ്ലസ് 4x4 പ്ലസ് 2x5 equal to 0. Then we will get x3 plus 2x4 equal to 0. Then we will get x6 equal to 0. ഇതാണ് നമുക്ക് കിട്ടുന്ന 3 ഇക്വേഷൻസ് കിട്ടുക. ഓക്കെ, നൗ അതിൽ ആദ്യത്തെ ഇക്വേഷനിൽ x1 മാത്രം നമ്മളൊരു സൈഡിൽ നിർത്തിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് x1 ഈക്വൽ ടു -3x2 -4x4 -2xy. Similarly, we will get x3 equal to -2x4. Also we have x6 equal to 0. So ഇതാണ് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം x1 x3 x6 ഈക്വൽ ടു 0 ആണ്. അതിന് നമുക്കിനി ഒന്നും ചെയ്യാനില്ല. സോ ഇവിടെ 3 ഇക്വേഷൻസ് ആയി ചുരുങ്ങിയത്. ആൻഡ് വി ഹാവ് 6 അൺനോൺസ്. സോ നമ്മൾ ചെയ്യേണ്ടത് 3 അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കും. സോ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം x1നെ നമുക്ക് x2 x4 x5 ഈ 3 പേരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്നറിയാം. സോ വി വിൽ ടേക്ക് x2 ഈക്വൽ ടു r, x4 ഈക്വൽ ടു s ആൻഡ് x5 ഈക്വൽ ടു t എന്ന് നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. ഓൾറെഡി x6 0 ആണെന്നറിയാം. സോ x2 തുടങ്ങി x2 r, x4 ഈക്വൽ ടു s, x5 ഈക്വൽ ടു t എന്നുള്ള വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് x1 is ഈക്വൽ ടു -3r -4s -2t. ഇപ്പോൾ x1 ആയി, x2 ആയി. Now we will have x3 equal to -2x4, so -2s. So we have x4, x3, x4, x5, x6. ഇപ്പോൾ എല്ലാ വേരിയബിൾസും ആയി. ഓക്കെ, സോ വി ഹാവ് x1 equal to this, x2 equal to this, x6 equal to 0. Then the solution will be of the form x2 equal to r, x3 then x4 equal to s, x5 equal to t. Then x1 x2 x3 x4 x5 x6നെല്ലാം നമുക്ക് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഓർ നമ്മുടെ സൊല്യൂഷൻ x1 x2 x3 x4 x5 x6 can be written as x1 is -3r -4s -2t, then r -2s s t 0. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കുക. 3 വേരിയബിൾസ് ആണ്, 3 സ്കെയിലേഴ്സ് ആണ് ഇവിടെ നമുക്ക് കയ്യിലുള്ളത്, r, s ആൻഡ് t. സോ ഞാൻ ഇവിടെ നിന്ന് r ഔട്ട്സൈഡ് എടുത്തു. r ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിൽ ആറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് -3 ഉണ്ട്. സെക്കൻഡ് ടേമിൽ 1 ഉണ്ട്. തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം ഇതിലൊന്നും നമുക്ക് r ഇല്ല. ഓക്കെ, പ്ലസ് s ടൈംസ് എസ് ആദ്യത്തെ ടേമിൽ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് -4, രണ്ടാമത്തെ ടേമിൽ എസ് ഇല്ല, മൂന്നാമത്തെ ടേമിൽ എസിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് കിട്ടുന്നത് -2 ആണ്. ദെൻ നാലാമത് 1, ദെൻ ഇനിയുള്ള 2 ടേമിൽ നമുക്ക് എസ് ഇല്ല. ഇനി ടി ടൈംസ്
-2, ദെൻ അടുത്ത ടേമിൽ 0, ടി ഇല്ല, പിന്നത്തെ ടേമിലും നമുക്ക് ടി ഇല്ല, ദെൻ അടുത്ത ടേമിലും ടി ഇല്ല, നെക്സ്റ്റ് ടേമിൽ 1 2 3 4 1 2 3 4, then we have 1, then 0. ടീൻ്റെ കോഎഫിഷ്യൻസ് കളക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ സ്പേസിലുള്ള ഇതാണ് നമ്മുടെ സൊല്യൂഷൻ x1 x2 എക്സെട്ര x6. ഇതിനെ നമുക്ക് -3 1 0 0 0 0, -4 0, -2 1 0 0, then -2 0 0 0 1 0, ഈ 3 പേരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. സോ ദീസ് ത്രീ വെക്റ്റേഴ്സ് ഏതൊക്കെ ഞാനിപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന 3 പേര്, ഇവർക്ക് സൊല്യൂഷൻ സ്പേസിനെ സ്പാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ക്യാൻ സ്പാൻ ദ സൊല്യൂഷൻ സ്പേസ്. സോ ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ദീസ് വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ബിക്കോസ് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടിയാണെങ്കിൽ ഇതൊരു ബേസിസ് ആണ്. ഓക്കെ, സോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എഴുതാനൊരു സൗകര്യത്തിന് നമുക്ക് ഈ വെക്റ്റേഴ്സിനെ v1 v2 v3 എന്ന് വിളിക്കാം. സോ ദീസ് 3 വെക്റ്റേഴ്സ് വിൽ സ്പാൻ ദ സൊല്യൂഷൻ സ്പേസ്. നൗ ഇതിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനായിട്ട് ലീനിയർ കോമ്പിനേഷൻ 0 ആണെന്ന് നമ്മൾ എടുക്കണു. ആൻഡ് ദിസ് ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് r = s = t = 0. നിങ്ങൾക്കറിയാമോ അത് പ്രൂവ് ചെയ്യാൻ? ഓക്കെ, സോ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്, സ്പാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ v1 v2 v3 ഫോംസ് എ ബേസിസ് ഫോർ ദ സൊല്യൂഷൻ സ്പേസ്. സോ നമുക്കിപ്പോൾ ഇവിടെ ബേസിസ് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ ബേസിസ് കണ്ടുപിടിക്കാനും ഡയമെൻഷൻ കണ്ടുപിടിക്കാനുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ബേസിസ് കിട്ടി. ഈ ബേസിസിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ദ സൊല്യൂഷൻ സ്പേസ് ഇസ്